എന്നൊരു ഗാനം ആരംഭിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തെ നിന്റെ ശാന്തിയും സമാധാനം ഈ ഭവനത്തിൽ വസിപ്പിക്കണമേ. ഇതിലുള്ള സകലവും നീ വാഴ്ത്തണമേ. ഇതിലെ വരവ് ചെലവുകൾ തിരുനാമത്തിന് നീതിയുടെ പരിപാലനയ്ക്കുമായിരിക്കണമേ. നിന്നുള്ളതായ സകല നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് ഇതിനെ നീ ഐശ്വര്യ സമൃദ്ധമാക്കണമേ. ഇതിൽ വസിക്കുന്നവർക്ക് നീ മുഖപ്രസന്നത നൽകണമേ. ആയുഷ്കാര്യത്തിലും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഇവരുടെ മരിച്ചുപോയവർക്ക് സൽസ്മരണയും ആശ്വാസവും നൽകണമേ. ആത്മാവിന് നിങ്ങൾ ഉയർത്തുന്നേ നാഥ. ശരണം ലജ്ജിക്കരുതേ, ഞാൻ വൈരികൾ എന്നോട് ഗർവം കാട്ടരുതേ. ാലും ലജ്ജിച്ചിടരുതേ. ബാറക്കുമോ ശബോലാബോലബുറോവൽ റുഹോക്കാദീസോ മനുജപ്രിയ നീ ആഴിയിൽ നിന്നും യൗനാൻ നിവിയെ രക്ഷിച്ചു. ഋണപൂരിതനാമെന്നെയും കൃപയാൽ കോരിയെടുക്കേണം. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. കരുണ നിറഞ്ഞ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഈ ഭവനത്തെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ ഐശ്വര്യ സമൃദ്ധരാക്കണമേ. നിനക്ക് ഭവനാശീർവാദത്തിന്റെ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാതനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഹാബേലിന്റെ ആദ്യഫലം നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും സ്വീകരിക്കണമേ. ഹാനോക്കിന്റെ ശുശ്രൂഷ തന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. നീതിമാനായ നോഹയുടെ പേരിൽ നീ സന്തുഷ്ടനായ പ്രകാരം ഞങ്ങളുടെ അധരഫലങ്ങളിൽ നീ സന്തുഷ്ടനാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതനുമായ അബ്രഹാത്തിന്റെ വിശ്വാസം നിനക്ക് പ്രീതികരമായതുപോലെ
ഞങ്ങളുടെ ഈ നമസ്കാരം നിനക്ക് ആനന്ദപ്രദമാകണമേ. നീതിമാനായ ജോബിന്റെ അടുക്കൽ ദുഷ്ടൻ ലജ്ജിതനായ പ്രകാരം ഈ ഭവനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുവാനിടയാകണമേ. ശ്രേഷ്ഠാചാര്യനായ ഹോറോന്റെ ധൂപം മുഖേന ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ ഈ ഭവനത്തിൽ നിന്ന് കഠിന രോഗങ്ങളും കോപത്തിന്റെ ദണ്ഡനങ്ങളും നീ നിരോധിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടി ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും നിന്റെ കരുണയും കൃപയും യാചിക്കുന്നു. ഈ ഭക്തരുടെ യാതൊരു ദൃശ്യനിലത്ത് ഈ ഭവനം ഐശ്വര്യം പ്രാപിക്കുകയും ഇതിലെ നിവാസികൾ നീതിവരീകരിക്കപ്പെട്ട് രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേധ്യസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മകളിൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്റെ കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കനിവുള്ളവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ കരുണാ ബാഹുല്യത്തിനനുസരണം ഞങ്ങളിൽ ദയതോന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിതിന് മനസ്സായ ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായവരെ ദീർഘപാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അൻപുടയോരേ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം ആവശ്യകാര്യായിരിക്കും ആണിയാരെ തള്ളിയിടല്ലേ. ആനയോട് ശേഷിച്ചാടിയാരെ ആരിശം നീക്കി കാക്കണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേകിടണമേ. നിന്നെ വിളിക്കുന്നേ നാഥ, നിന്നുണർവിനായി നൽകിയില്ല. നല്ലവനേ, കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ. കർത്താവേ, കാരുണ്യത്താൽ കനിവടിയാരിൽ ചെയ്യണമേ. നന്മ നിറഞ്ഞോനേ, എന്റെ തിന്മകളെ ഓർമ്മോർവേ. ഹല്ലേലൂയ. നാഥാ, നിൻ പ്രഭയും വിശ്വാസവുമേകി നയിക്കും. സ്വാന്തനമരുളി പാവനഗിരി ശിഖരങ്ങളിലേക്കെന്നെ. ഹല്ലേലൂയ. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും നമ്മുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു ജെറിക്കോയിൽ പ്രവേശിച്ചതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കായി എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികരുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ അവന് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായി, വേഗമിറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു.
അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയായ ഒരുവന്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കായി ആകട്ടെ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നിന്നുടെ ആദ്രത നിറയും വാതിൽ തുറന്നീ യാചന കേട്ടിട്ടാൽ മാക്കൾ കൃപ ചൊരിയണമേ. ഓടം മുറിയിൽ പ്രാർത്ഥിപ്പതിലാണീശൻ സംപ്രീതൻ. ആരവമതിനാലല്ല ശിഷ്ട നേടിയതൗന്നത്യം. പ്രാർത്ഥന മൂലം സൗമ്യൻ മൂശ സമുദ്രം ഭാഗിച്ചു. ഇസ്രായേൽ തരണം ചെയ്തു, ദുഷ്ടൻ പറവോൻ മുങ്ങിപ്പോയി. വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാദി ദൈവവും കർത്താദി കർത്താവേ, നിന്റെ ദാസരായ ഞങ്ങൾ ബലഹീനരും പാപികളും അയോഗ്യരുമെങ്കിലും ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനും കരുണാസമ്പൂർണനും തന്റെ സൃഷ്ടിയോട് സർവ്വദാനുകമ്പയുള്ളവനുമായ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസന്റെ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപബലമായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ മറിയാമിന്റെയും വിശുദ്ധ ഗീവരീസയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കൃപയും ദയയും ഉണ്ടാകുവാൻ ഇടയാകണമേ. മോറൻ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ഈ വെള്ളം വിശുദ്ധീകരണത്തിന് തളിപ്പായി തീരുവാൻ ആശീർവദിക്കപ്പെടുന്നു. ബാറക്കുമോർ ബശ്മോദാബോ വദ്രൂഹായോ കാദിസ്ഹായി ദൽവോലം വൽമീ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്ലീബാടയാളത്തെ മുദ്രവത്തിക്കൊണ്ടൊന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്രോഹായുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട് ആശീർവദിക്കപ്പെടുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട് ആശീർവദിക്കപ്പെടുന്നു. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജീവനുള്ള പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെടുന്നു.
വദ്രോഹായോ കാദിസുഹായിദൽ മൂലം വൽമേ ആമേൻ. ജീവനുള്ളതും ജീവിക്കുന്നതുമായ ശ്രീപാടുടെ ആളത്തിൽ മുദ്രകുത്തിക്കൊണ്ട് ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെടുന്നു പാർക്കുമോ. ആമേൻ. 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 ജീവനുള്ളതും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെടുന്നു പാർക്കുമോ. ആമേൻ. ആമേൻ. വദ്രോഹായോ കാദിസുഹായി തൽവോലം വൽമീ ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ളവരുടെയും നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട് ആശീർവദിക്കപ്പെടുന്നു. ആമേൻ. ആമേൻ. വദ്രോഹായോ കാദിസുഹായി തൽവോലം വൽമീ ആമേൻ. നാമത്തിൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെട്ട ആശീർവദിക്കപ്പെടുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മുടെ ഈ ആസ്ഥാനത്തിന്റെ ആശീർവാദ കർമ്മം ഇവിടെ പൂർത്തിയാകുന്നു. ദൈവാനുഗ്രഹത്തോടുകൂടി നമുക്ക് നമ്മുടെ കുടുംബയോഗ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ നടത്തുവാനുള്ള ദൈവകൃപ തീർച്ചയായിട്ടും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിനകത്ത് കയറി ഇത് കണ്ടിട്ടൊക്കെ പോകാവൂ. പ്രായമുള്ളവർ നടക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, നടന്ന് വീഴാതെ, തട്ടി വീഴാതെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെട്ടക്കുറവുണ്ട്. അതെ അതെ, കുഴിയിലും പോകാതെ ശ്രദ്ധിക്കണം. ഓക്കെ. കടന്നു വന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ കസാര ഒന്ന് തിരിച്ചിട്ട് വന്നിരിക്കണം. വന്ന എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് അച്ഛന് ഇരുന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് 2-3 ഈ വന്നവരെല്ലാവരും ആദ്യം ഒന്നിരിക്കുക. കസാര അവരവരെ തിരിച്ചിട്ടോ, നിങ്ങൾ തന്നെ തിരിച്ചിട്ടോ, എന്നിട്ട് അച്ഛൻ ഇരിക്കാനുള്ള സൗകര്യം ഇരിക്കാൻ. ഫോട്ടോഗ്രാഫർ പറയുന്ന പോലെ കേൾക്കാം.